ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 86 800120. ഓ വന്നോ? ഓ നിങ്ങൾ ഈ കുഞ്ഞിന്റെ അച്ഛനാണോ? അല്ലേ? അല്ലേന്നോ? ആണോ? ആന്ന്. പിന്നെ നീ പറഞ്ഞേ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? എന്നാ? നിങ്ങളെ ഞാൻ കേക്ക് മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് എത്ര നേരം ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? എടി പെങ്കൊച്ച, ഞാൻ ഈ പൂക്കളുള്ള ഉടുപ്പിട്ട് കൊണ്ടല്ലേ പോയേ. അതിനിപ്പോ എന്താ? ഇവിടെ വന്ന വഴിക്ക് ഈ പൂക്കള് കണ്ടുവച്ചൊരു പൂമ്പാറ്റ ഞാനായിട്ട് പരാഗണം ചെയ്യാൻ വന്നു. എന്നിട്ട് നിങ്ങൾ പോയോ? ഇല്ലെന്ന് എന്റെ ദൈവമേ, എന്നിട്ട് ആ കുറ്റിക്കാട്ടി കയറി ഒളിച്ചിരിക്കുവായിരുന്നു. ആണോ? ആ ഞാനെ കുഞ്ഞിനെ കണ്ടോ? എവറി എന്റെ സൂൾട്രി മാട്രി എടുത്തിട്ടടി. അയ്യോ പയ്യെ പിടിക്കാച്ചി വാവേ, ഈയോടെ ചുട്ടരി. അച്ഛന്റെ പൊന്നേ കുക്കുരു. ഭാവി അമ്മയുടെ മുത്ത് പോട്ടിട്ടാ പോട്ടിട്ടേ ഇവിടെ കിടന്നോട്ടാ കിടന്നോട്ടാ. ഞാൻ ഒരു വിധമാണ് ആ കൊച്ചിനെ ഒന്ന് ഉറക്കി കിടത്തിയത്. ഓടി കൊഞ്ഞനം കാട്ടി ആ കൊച്ചിനെ കരയിച്ചിരിക്കണേ. ഇനി ആ കുഞ്ഞിനെ കരയിച്ചാലോ ഞാൻ എടുത്ത് വെളിയെ കളയും. ഞാൻ കൊച്ചിനല്ല നിങ്ങളെ. ഒരു കൊച്ച ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പത്തേ ചുമ്മാ കിടന്നവിടെ കീറിക്കോളും. അഴുക്കച്ചക്കൻ തള്ളയേക്കാൻ മോശം. തമാശ കള മനുഷ്യ. തമാശ കളയാനോ? ഒരു തമാശ അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞ പാട് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ചേട്ടാ കുഞ്ഞിന് പേരിടണ്ടേ? പേരിടാം. എന്നാ പേരിടണം? അതെ, നമ്മുടെ കുഞ്ഞിന് പേരിടുമ്പോഴത്തേക്ക് എന്റെ അച്ഛനെ ഓർക്കുന്ന രീതിയിൽ വേണം കുഞ്ഞിന് പേരിടാൻ. എങ്ങനാടി നവജാത ശിശുവിന്റെ മുഖത്ത് നോക്കി കൊമ്പൻ ചില്ലിന്നൊക്കെ വിളിക്കണം? എന്റെ അച്ഛനെ നിങ്ങൾ എങ്ങനെ മനസ്സിൽ ഉപമിക്കുന്നത്? പിന്നെ പാതിരാത്രിക്ക് നാട്ടുകാരുടെ തെങ്ങ കയറി കരിക്ക് തുറന്നു കുടിക്കണ ഈ പുള്ളീനെ കൊമ്പൻ ചില്ലിന്നല്ലാണ്ട് അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അച്ഛനെ കണ്ണിന് നേരെ കാണത്തില്ല, എനിക്കറിയാം. എന്ത് പേരിട്ടാലും കൊള്ളാം, വിളിക്കണ പേര് നല്ല കിടുക്കാച്ചി പേരായിരിക്കണം. സത്യം ചേട്ടാ, പെട്ടെന്ന് വായിൽ വരുന്ന ഒരു പേരിടണം. ഉമിനീര്. ഉമിനീരല്ലാതെ എത്ര പെട്ടെന്ന് വായിൽ വേറെ ഒന്നും വരില്ല. എന്റെ വായിൽ അതിനേക്കാൾ സ്പീഡിൽ ഒരെണ്ണം വരണുണ്ട്. വിളിക്കട്ടെ ഞാൻ? വേണ്ട. എന്റെ കൊച്ചിന് പേരിടാൻ വേണ്ടി നീ ഒരുപാട് കിടന്ന് ഉഷ്ണിക്കണ്ട. നല്ല കിടുക്കം പേര്, അതും ഞങ്ങളുടെ വീട്ടുപേര് കൂട്ടിയുള്ള കിണ്ണങ്കാച്ചിയുടെ പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്നതാ? വെളിക്കിരിക്കും പറമ്പിൽ അജിമോൻ. ഈ കൊച്ചെന്തിനാ നികർത്തി കരയണത്? കൊച്ചു കരയണതല്ല മനുഷ്യ, അതിനറിയാവുന്ന ഭാഷയിൽ നിങ്ങളെ തെറി പറഞ്ഞതാ. മോള് കരണ്ട കേട്ടോ. പോട്ടെ. എടി, അപ്പൊ വൈകുന്നേരം ഗാനമേള ഇല്ലേ ഇവിടെ? അതിന്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വിളിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. കിടുക്കും വൈകുന്നേരം. എന്നാ പിന്നെ എന്റെ അച്ഛന്റെ ഹരിമുരളിരവം പാട്ടും കൂടെ വെക്കോ? എന്റെ പൊന്നോ വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്തോന്നേട്ടോ ഇങ്ങനെ? ഒരു മെഴുകുതിരി ഊതിക്കെടുത്തിയാന് 3 മാസം ശ്വാസം മുട്ടായിട്ട് ആശുപത്രി കിടന്ന കിളവനാ. അയ്യോ. ശരി, നിങ്ങൾ എന്റെ അച്ഛനെ കുറ്റം പറയണ ഒന്ന് നിർത്ത്. നിങ്ങളുടെ ഈ സ്വഭാവ ദൂഷ്യം കാരണം എന്റെ ആങ്ങളയുടെ കുട്ടു ഇങ്ങോട്ടൊന്ന് കേറുന്ന പോലും ഇല്ല. ആ കാലന് ഈ പഞ്ചായത്തിലേക്ക് വന്നെ ഈ കാലിയാൻ വെട്ടിക്കളയും. നിങ്ങൾ കേക്കണം, ഞാനൊരു ദിവസം എന്റെ പറമ്പിലെ കുളത്തില് ഒന്നുമില്ലാണ്ട് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. ഇവൻ വന്നിച്ച മാമ, ഞാൻ ശ്രീകൃഷ്ണ ലീല കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുണ്ടും തുണിയായിട്ട് മാവിൻ്റെ മോളിൽ കയറിയിരുന്നു. ഈ സമയത്താണ് ഞാൻ വിത്തൗട്ടായിട്ട് കുളത്തിൽ ഒരു ഹെലികോപ്റ്റർ പറന്നു വന്ന് ഞാൻ മുങ്ങിച്ചാവാൻ പോകുന്ന മുന്നിട്ട് വടത്തി ചുറ്റി ഒറ്റപ്പറക്കല്. ഒരു ഗ്രാമം മൊത്തം കണ്ട് എൻ്റെ ലീല. അതൊക്കെ അവന്റെ കുസൃതിയല്ലേ ഏട്ടാ? പിന്നെ കുസൃതി ഉറങ്ങി കിടക്കണവന്റെ മുണ്ടിന്റെ അടിയിൽ ഉറുമ്പും കൂട് കൊണ്ട് വെക്കണാണ് ഇവിടെ ഈ എന്നോട് ഈ കൊച്ചു കരയണത്. എനിക്കറിയാൻ മേലെ എന്നെ കാണുമ്പോഴാണല്ലോ ഈ കൊച്ചു കരയണത്. അയ്യോ, അതെന്നായിട്ടാ? നീ വല്ല നിപ്പിളുപ്പിയാന്ന് വിചാരിച്ചാണോ? എടാ, നിപ്പിളുപ്പിയല്ല, നിന്റെ അപ്പം മൈക്കിളാ ചിരിക്കി. ചേട്ടാ, ആ ക്യാമറാമാനെ ഒന്ന് വിളിക്കേട്ടാ, ഞാനൊന്ന് അകത്തേക്ക് പോട്ടെ. അതെ, നിങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. അയ്യോ, എനിക്ക് പേടി, അവിടെ ആ പൂമ്പാറ്റ ഉണ്ടെന്ന്. അല്ല, ഞാൻ വിളിക്കാം. എടാ ജോബിലേ, നീ എവിടെയാ? ഞാൻ മുറ്റത്ത് ഇപ്പുണ്ട്. പിന്നെ എന്നാ അവിടെ കേറാത്തെ? നിങ്ങളുടെ പോഷം കഴിഞ്ഞിട്ട് കേറാലോന്ന് ഓർത്ത്. ഞങ്ങളുടെ പോഷം കഴിഞ്ഞു പോരാ. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളിക്കേ. ഹലോ, കൊച്ചിന്റെ 5ാമത്തെ ബർത്ത്ഡേ ആണോ? എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് കൊടുക്ക്. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. ശരിയെന്നാ. എടാ, നല്ലൊരു വർക്കല്ല, നീ അത് കളയേണ്ട കാര്യമുണ്ടോ? ഏട്ടാ, ഈ 5 വയസ്സ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചില്ലേ, ഈ കൊച്ചിന്റെ അച്ഛന്റെ അമ്മേനെ വെഡിങ് എടുത്ത് ആരാ? ഞാനാ. ആ ആൽബം ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ ഇടിക്കാൻ വിളിക്കണല്ലേ, ഞാൻ കോപ്പ് പോകും. എടാ, എന്റെ കൊച്ചിന്റെ 28ന്റെ ഫോട്ടോ എടുക്കാനും നിന്നെ ഇവിടെ വിളിച്ചു.
അവന്റെ കല്യാണത്തിന് എന്തെങ്കിലും ഫോട്ടോ നീ ഞങ്ങൾക്ക് തരുവാ? അതന്നെ ചേട്ടാ, അങ്ങനെ ഒരു വർത്താനം. ചേട്ടാ, തോട്ടുവക്കത്തുള്ള നിങ്ങളുടെ കൊച്ചുട്ടിച്ചായനെ മരിപ്പെടുത്ത ഞാനാണോ? അതെ. 7-ന് ആൽബം തന്നോ? ഉവ്വ. തന്നില്ലേ? തന്നു. അത് മാത്രമല്ലല്ലോ, നിങ്ങൾ ബന്ധുക്കൾക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാകത്തിന് ആൽബത്തിന്റെ പുറകിൽ ഒരു ക്രിയേറ്റിവിറ്റി വർക്കും ഉണ്ടായിരുന്നല്ലോ. എടുക്കാൻ ക്രിയേറ്റിവിറ്റിയാ. 2 മാലാകമാരുടെ നടുക്ക് മരിച്ചുപോയ കൊച്ചുകുട്ടി ചാച്ചൻ കാജാ വീടിയും വലിച്ചു ക്രിയേറ്റിവിറ്റി. അത് AI ആണ് ചേട്ടാ. അയ്യേ എന്ന് പറയാനാണ് ഈ ഗാനം കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അറിയോ എടാ, പിന്നെ എനിക്ക് ഈ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ നിന്റെ കൂടെ ഒരു ഹെൽപ്പറിനായിട്ട് കൂട്ട ലൈറ്റ് ഒക്കെ പിടിച്ചു തരാം. നിങ്ങൾ ലൈറ്റ് മാനായിട്ട് കശുവണ്ടിക്ക് ലൈറ്റ് അടിക്കാൻ പറഞ്ഞ കേശവന്റെ കൊണ്ടിക്ക് ലൈറ്റ് അടിക്കണേ നിങ്ങളെ കൊണ്ട് പോയിട്ട് ഞാൻ എന്നാ കാണിക്കാനാ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്നാ പരിപാടി? നമുക്ക് റബ്ബറിന്റെ പരിപാടിയാ. അല്ല, നിങ്ങളെടുത്ത് പെൻസിലിനെ മൂട്ടി വെക്കുവോ? അതല്ലെന്ന് റബ്ബർ ബോർഡിലാണ്. റബ്ബർ ബോർഡിലോ ഡെസ്കിൽ എവിടെയെങ്കിലും ഇരിക്കട്ടെ ചേട്ടാ. ചേട്ടൻ എന്നാ പരിപാടി? വെറുതെ അല്ലടാ, ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞാൽ നിന്നെ ആൾക്കാർ കെട്ടിയിട്ട് ഇരിക്കണേ. എടാ, പൂത്തിരിമുക്ക് അമ്പലത്തിലെ ആൾക്കാർ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് ഇടിച്ചെന്തിനാ? അത് ചേട്ടൻ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞതോ, ഈ നാട്ടുകാരെ മൊത്തം അറിഞ്ഞു, യൂട്യൂബിലൊക്കെ ഒന്ന് വൈറലായി. എന്റെ ചേട്ടാ, പൂത്തിരുമുക്ക് അമ്പലത്തിൽ ലക്ഷദീപം നാടിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി 8 മണിക്കൂർ ആളുകൾ പണിയെടുത്ത് 1.5 ലക്ഷം ദീപം തെളിയിച്ച് ഈ വിഷ്വൽ ബ്യൂട്ടി എന്റെ ക്യാമറ കണ്ണി ഒപ്പിയെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊരു ഹെലിക്യാമറ ഇറക്കി. ഈ പുല്ലിന്റെ കാറ്റ് കാരണം 1.5 ലക്ഷം അമ്മച്ചി എന്നെ കൊടിമരത്തെ കെട്ടിട്ടിടിച്ചില്ലേ? ആണോ? നല്ല സങ്കടം. പിന്നെ ഒരു അമ്മായി ഒരു ചരാതം കൊണ്ട് ഓടി വന്ന് എന്റെ തലക്കിട്ട് ഒറ്റടിയോ. എടാ, നീയാണോടോ അമ്പലപ്പറമ്പി കാറ്റാടി വർത്തനേന്ന്? എന്റെ ഡ്രോൺ ഒന്നും അല്ലണ്ടായി പോയില്ലേ ചേട്ടാ? എടാ, ഇടി കിട്ടിയെന്ന് നല്ല കിടക്കനൊരു അവാർഡ് നിനക്ക് കിട്ടിയില്ലേ? അതും പരിന്തന്റെ ജീവചരിത്രം ഒപ്പിയെടുത്തേന്. എന്നെ പരിന്തിന്റെ ഉച്ചി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇതുപോലൊരു ഡ്രോൺ ഞാനൊരു കല്യാണത്തിന് വർത്തിയതാ. ഒരു പ്രാന്ത് പിടിച്ച പരിന്ത് ഈ സാമാനം റാഞ്ചിക്കൊണ്ട് പോയി അതിന്റെ കൂട്ടി കൊണ്ടുവച്ച് അത് കാണിക്കണ കുന്തളിപ്പിന് എനിക്ക് അവാർഡ് ചേട്ടാ. എടാ, പിന്നെ നിന്നെ ആരെ ഈ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചേ? എന്റെ അപ്പൂപ്പന. എന്റെ അപ്പൂപ്പൻ എപ്പോഴും എന്നോട് പറയും ചേട്ടാ, മോനെ ജോബിനെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുമെന്ന്. എന്റെ അപ്പൂപ്പന് ഇപ്പൊ എവിടെയാ? തോപ്പൊട്ടി ക്യാമറ വെച്ചാറിന് ഇപ്പൊ ജയിലിൽ കിടക്കും. അല്ലെങ്കിലും ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചു പറഞ്ഞാണോ നേരത്തെ വന്നെന്ന്? ഈ നേരം വരെ നീ അവിടെ പോയി കിടക്കാറുണ്ട്. എന്റെ ചേട്ടാ, അതൊന്നും പറയണ്ട. രാവിലെ ഒരു മോഡൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ അതിന്റെ കോർഡിനേറ്റർ എന്നോട് പറയുക ബിക്കിനി ഫോട്ടോഷൂട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ മോഡൽ വന്ന് ഞാൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ കളഞ്ഞിട്ട് ഞാൻ പോന്നു. ചേട്ടാ, ഒന്നുമില്ല, ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. ചേട്ടനൊരു നാട്ടുമ്പുറത്തുകാരൻ. മോനെ, ഇത് കലക്കി. കാരണം നമുക്ക് സദാചാര ബോധം വേണം. അയ്യേ, സദാചാര ബോധം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ എന്റെ ബിക്കിനി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് അവൾ ഇത്ര ഉള്ള പാവാട ഇട്ട് വന്ന് എനിക്ക് പിന്നെ ദേഷ്യം വരത്തില്ല. ഞാൻ കളഞ്ഞിട്ട് ഞാൻ പോയി. അല്ല, നിങ്ങള് കൊച്ചിനെ നല്ലതിനൊക്കെ വിളിക്കാം. നമുക്ക് ഫോട്ടോയുടെ പരിപാടി തുടങ്ങാം. എടിയേ, ഓ, സ്വന്തമായിട്ട് ക്യാമറയുള്ള ചെറുക്കൻ വന്നേക്കടേ. ക്യാമറയുള്ള ചെറുക്കനാ ഫോട്ടോഗ്രാഫ് എന്ന് പറയാട്ടാ? അതൊക്കെ അറിയാവുന്ന ആൾക്കാരെ പറഞ്ഞാ പോരടാ. ചേട്ടാ, ആ കുഞ്ഞിനെ പോയെന്ന് നോക്കിയേ. ശരി ശരി. ഓ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചെരി 4 മണി പൂവ് പോൽ വിരിഞ്ഞു. ബിന്ദു, നീർപ്പാറയിൽ വീട്, വടകര പിയോ, പിൻ നമ്പർ 686605, ഫോൺ നമ്പർ 9736648233. അത് മാറ്റി. അതാണ് വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങേർക്ക് വേണ്ടിട്ടാണോടി നീ എന്നെ തേച്ചത്? അത് പിന്നെ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ മനുഷ്യ. പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം എനിക്ക് വേണ്ടിട്ട് ഒന്ന് പുനർജനിക്കാവോ? ഞാൻ എന്നാടി വെബ് സീരീസോ എപ്പിസോഡായിട്ട് മുമ്പിട്ട് വരാൻ വേണ്ടിട്ട്? അതല്ലെന്നേ, എന്റെ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ. ഈ മനുഷ്യനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അങ്ങേര് ചത്തളയോന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നിനക്കൊന്നും ഒന്നുമില്ലായിരുന്നല്ലോ. കാലചക്രം കറങ്ങി എന്റെ മുമ്പിൽ വരുമെന്ന് അറിയാടി. നിന്നോട് പ്രതികാരം ചെയ്യാൻ ഇന്നുണ്ടടി ഈ ജോബിന്. എന്തുവാ? ആക്റ്റീവ 125 4 EMI കൂടെ അടച്ചാ അത് എന്റെ സ്വന്തം. എന്റെ സ്വന്തം. എന്റെ ഗുരുവായൂരപ്പാ, നന്ദി. എന്തിനാ അസ്ഥാനത്തൊരു നന്ദി? ഓ, എന്റെ തീരുമാനത്തിന് തെറ്റൊന്നും വന്നില്ല. എടാ ജോബിനെ, എടാ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഒന്ന് പിടിച്ചടി, കൊച്ചിനെ പിടിച്ചടി. എടാ, ഇതാണ് എന്റെ പെണ്ണും പിള്ള ബിന്ദു. ഇവളുണ്ടല്ലോ എന്റെ ഭാഗ്യ ആണല്ലേ? കാരണം ഇവള് സാധാരണ പെണ്ണല്ല. ഇവിടെ തലയിൽ വെച്ച് കട്ടൻ ചായ തിളപ്പിക്കും. എടാ, ഇവള് ഞാനല്ലാതെ ഒരു അന്യ പുരുഷന്റെ മുഖത്ത് ഇതേവരെ നോക്കിയിട്ടില്ല. എന്നടാ
ചേട്ടന്റെ ഒരു ഭാഗ്യം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു എന്നാ ഭാഗ്യമേ. ദൈവമേ, ഭഗവാൻ ആർക്കും ഇങ്ങനെ സൗകര്യങ്ങൾ കൊടുക്കട്ടെ. ലക്ഷത്തിലൊന്നേ ചേട്ടാ കാണത്തുള്ളൂ. എന്നതാ? ഒന്ന്, ബാക്കിയൊക്കെ പൂജ്യ. ഈ കൗണ്ടർ നിനക്ക് അവിടെ കിട്ടി? ഇവിടെ സിറ്റ് ഔട്ടിൽ കിടന്ന് കിട്ടിയതാ. എടാ, തന്നെ പൂജം കുറയ്ക്കാനുള്ള പരിപാടി ചെയ്യല്ലേട്ടോ. ആഹാ. അതെ, നീ എന്നാ കാര്യത്തിൽ വന്നാ അവിടെ? ബിരിയാണി തിന്നാൻ വേണ്ടി. ബിരിയാണി തിന്നാനോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോട്ടോ എടുക്കില്ലേ? ആ. അല്ല, ഒരു കാര്യം ചെയ്യേ. എടാ, എനിക്ക് ഇൻസ്റ്റാഗ്രാമില് ആഹാ. ഡീപ്പ് ഇടാൻ വേണ്ടിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. എന്നാത്തിനാട്ടാ ഇതൊക്കെ വാരി ഇടുന്നത്? നമ്മുടെ കൊച്ചു വലുതാവുമ്പോ അവനറിയണം അവന്റെ അപ്പം പണ്ടൊരു കിടോക്കൻ സ്ത്രീക്കനായിരുന്നു. ശരിയാ. ഈ ഗ്ലാസ് ഇങ്ങനെ വച്ചിട്ട് ഇത് ഇങ്ങനെ നിന്ന് എങ്ങനെയുണ്ടാ? ആൾട്രേഷൻ ചെയ്ത മണീനീച്ചനെ പോലെയുണ്ട്. പൊന്നി ചേട്ടാ, അതൊക്കെ ഊരി വെച്ച പോലെ മനുഷ്യന്മാരെ പോലെ നിൽക്കട്ടോ. മാറ്റാലേ? ആ, അതൊക്കെ ഒന്ന് ഊരി കളഞ്ഞേ. അയ്യോ, മര്യാദക്ക് ദേ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്നെ. ദേ, അവിടെ ഇരുന്നേ. ഞങ്ങളിവിടെ ഇരിക്കട്ടെ. അവിടെ ചേട്ടാ, ഇവിടെ വന്നിരിക്ക്. ഓക്കെ അല്ലേ? ആ, ഇനി കണ്ണൊന്ന് തുറന്നേ. ഓ, കുത്തിപ്പൊളിച്ചെടുക്കാനല്ല പറഞ്ഞത്, കണ്ണ് തുറക്കാൻ, ജസ്റ്റ് ഒന്ന് തുറക്കാൻ. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. കണ്ണ് തുറന്നേ, ചിരിച്ചേ. എന്റെ അമ്മ, ഇത് എന്നോട് അക്കൂരത്തിൽ കിടക്കണ സക്കറോ? മനുഷ്യന്മാരെ പോലെ ചിരിക്കുക ചേട്ടാ. എന്നാ ചെയ്യണ്ടേ? ചുമ്മാ ചിരിച്ചാ മതി. നോർമൽ ആയിട്ട് ചിരിച്ചാ മതി കേട്ടാ. ആ, ഇനി ഇനി അച്ഛനും അമ്മയും കൊച്ചിനെ കൊഞ്ചിച്ചേ. കൊഞ്ചിച്ചേ. പൊട്ടന്നയ്യോ, കൊച്ചിനെ കൊഞ്ചിക്കാനാ പറഞ്ഞത്. കൊഞ്ചിക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. കൊച്ചിനെ ഒന്ന് കൊഞ്ചിച്ചേ. എനിക്ക് അങ്ങനെ വലുതായിട്ട് കൊഞ്ചിക്കാൻ അറിയാൻ പാടില്ല, ഇവക്കറിയാം. അവക്ക് വഞ്ചിക്കാനല്ലേ അറിയുള്ളൂ. അവക്ക് ചേച്ചി കൊഞ്ചിക്കട്ടെ. അതിന് ചേട്ടനൊന്ന് ഉമ്മ വെച്ചേ, കൊച്ചിനും ഉമ്മ വെച്ചേ, അച്ഛനും ഉമ്മ വെച്ചേ. ആ, ഇനി അമ്മ ഒരു കൊച്ചിനും ഉമ്മ വെച്ചേ. ഒരു മിനിറ്റ്. ഇനി അച്ഛൻ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. ഇനി അമ്മ അച്ഛനൊരു ഉമ്മ കൊടുത്തേ. ഇനി എനിക്കൊരു ഉമ്മ വന്നേ. സോറി, അയ്യോടാ, തിരിച്ചു കൊടുത്തിട്ടുണ്ടേ. തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തറവാടി, ഇത് ന്യായം. കണ്ടോടി, ഞാൻ ഒന്ന് ചൂടാണ്, പേടിച്ചു പോയാൽ പൊളിയല്ലേ? ഏട്ടാ, പൊളിയല്ലേ ഏട്ടാ? അല്ലേ? നിക്ക് രണ്ടുപേരും നിക്ക്, ചേർന്ന് ഇവിടെ രണ്ടുപേരും നിന്നേ. ചിരിച്ചേ 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 ചിരിച്ചേ. ഇനി രണ്ടുപേരും ചിരിച്ചേ. ഓക്കെ ഏട്ടാ, ഓക്കെയാണോ? ആൽബത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഒരു കോള് തന്നെ. എന്നടാ? ഹലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ വരത്തില്ലെന്ന്. അന്ന് വെഡിങ് കിട്ടാത്തതിന്റെ കാര്യമുണ്ട്, താലി കെട്ട് കിട്ടിയില്ല. ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ അന്ന് വരത്തില്ലെന്ന് പറഞ്ഞില്ല, പിന്നെ എന്നത്? എന്നാ നീ എന്നെ ഇടിക്കടാ അങ്ങോട്ട്. ചുമ്മാ ഒരു വെഡിങ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ചേട്ടാ, ഞാൻ പോവാട്ടോ. അല്ല, അങ്ങനെ അങ്ങോട്ട് പോവല്ലേ? പിടിച്ചടി. അല്ല, വൈകുന്നേരം ഫംഗ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. ഫംഗ്ഷൻ ഒന്നും ഞാൻ നിൽക്കണേ. ഫംഗ്ഷൻ നിൽക്കല്ല, പോവാ. ഫോട്ടോ ഒക്കെ കിട്ടൂ. ഫോട്ടോ തരും. എന്നാടാ? എന്റെ ചെലവിൽ നമുക്ക് ഒന്നും കൂടി ഈ ഫോട്ടോ എടുത്താലോ? എന്ത് കാര്യത്തിന്? ഞാനിപ്പോ കടിച്ചു കുറച്ച് വന്നത് മെമ്മറി കാർഡാ. അയ്യോ, അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ ഈ കൊച്ചിന് ഇത് മാത്രമാണോ ഉള്ളത്? ഇനി പെരിടി ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ഉണ്ട്, അവനെ സ്കൂളിൽ ചേർക്കും, അവാർഡ് കിട്ടും, കല്യാണം ഉണ്ട്, എല്ലാം കൂടി നമുക്ക് അങ്ങ് ഒന്നിച്ചെടുക്കാം. എന്താ? ഒന്നിച്ചെടുക്കാൻ കല്യാണം വരെ കാത്തു നിൽക്കണ്ടാ. ഒന്നിച്ചിപ്പ തന്നെ നിനക്കൊരു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.